ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് അധിക സമയമൊന്നും വേണ്ട. ഇത് അതുപോലെ നമുക്ക് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ഊണിനുണ്ടാക്കുന്ന ചോറിൽ കുറച്ചെടുത്ത് ഇത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസം റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കുന്നത് നോക്കാം. ഓണം റെസിപ്പീസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിവിധ തരം പായസവും കറി റെസിപ്പീസ് എല്ലാം തന്നെ, സദ്യാവിഭവങ്ങൾ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങളത് നോക്കുകയാണെങ്കിൽ പലതരം പായസം റെസിപ്പീസുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മൾ ചോറ് വെച്ചുണ്ടാക്കുന്ന ഒരു പായസമാണ്. എളുപ്പത്തിലുണ്ടാക്കാം, പക്ഷെ നല്ല പാൽപ്പായസം പോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന പാത്രം അതെല്ലാം വളരെ ക്ലീൻ ആയിരിക്കണം. കറികളൊക്കെ വയ്ക്കാൻ ഉപയോഗിച്ച കുക്കർ, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ, പാല് തിളപ്പിക്കാനുള്ള പാത്രം, അതൊക്കെ വളരെ ക്ലീൻ ആയിരിക്കണം. നമ്മൾ നേരത്തെ വെച്ച കറികളുടെ അവശിഷ്ടങ്ങളോ അതിൻ്റെ ഫ്ലേവറോ മണമോ ഒന്നും അതിൽ ഇരിക്കാൻ പാടില്ല. അതുപോലെ പാല് നല്ല ഫ്രഷായിട്ടുള്ള പാലായിരിക്കണം. പാല് നമ്മൾ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നതാണ് സേഫായിട്ടുള്ളത്. ഇനി പാല് പിരിഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒഴിച്ചതിന് ശേഷം പാല് തിളപ്പിക്കാതെ ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോയാൽ നമുക്കെല്ലാം വേസ്റ്റായി പോകും. അതുകൊണ്ട് നമ്മൾ പാല് നേരത്തെ ഒന്ന് തിളപ്പിച്ച് അതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മോശമായിട്ടുള്ള പാലാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും വേസ്റ്റ് ആവുകയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് എടുക്കുന്ന പാത്രം, സ്പൂണ് എല്ലാം നല്ല നീറ്റായിരിക്കണം. നേരത്തെയുള്ള ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങൾ, മണം അതൊന്നും ഇതിൽ വരാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൽ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഈ ഫ്ലെയിമിനെ ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. ഇപ്പം ഈ പഞ്ചസാര കുറച്ച് അലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിമിനെ ഒന്ന് മീഡിയത്തിലോട്ട് വയ്ക്കാം. പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്, ഏകദേശം അലിഞ്ഞു. ഇനി നമുക്കിതിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ചെടുത്ത പാലാണ്, പാടയില്ലാതെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ പഞ്ചസാര കട്ടിയായിട്ടുണ്ട്, അതിനി അലിഞ്ഞ് വരും. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ഇപ്പം ഞാൻ ഒരു 3 കപ്പ് ചോറ്, നമ്മുടെ അളവ് കപ്പിൽ ഒരു 3 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്.
ഇത് നമ്മൾ ഊണിന് വേണ്ടി വെക്കുന്ന ചോറാണ്. ഞാനിത് വെള്ളയരി ചോറാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വെന്ത് കുഴഞ്ഞ ചോറ് വേണ്ട, പക്ഷേ ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമുക്കൊന്ന് കൈ കൊണ്ട് ഒന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് റൈസാണ് ചോറ് എടുത്തിരിക്കുന്നത്. കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം എടുക്കാം. ഒന്ന് കൈ കൊണ്ട് ഒന്ന് ആ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം അപ്പോൾ ഈ ചോറ് ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ്, ആ ബട്ടറിൻ്റെയും ആ കാരമലിൻ്റെയും നല്ലൊരു മണം. ഇനി നമുക്ക് ബാക്കി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം മധുരം. ഇപ്പം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്തെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അടിപൊളിയായിട്ടുള്ള പായസമാണ്. നമ്മൾ ബാക്കി വന്ന ചോറിലാണ് ഉണ്ടാക്കിയതെന്ന് അറിയുകയില്ല. അത്രയ്ക്ക് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മൾ ചോറ് വെച്ചുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. നല്ല ഒരു നമ്മൾ ഇതുവരെ പായസത്തിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പായസം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തു. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. Till then, bye bye, take care, thank you.